ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗം നമുക്ക് പാർട്ടായിട്ട് എങ്ങനെ സ്ലോ മോഷൻ ആക്കാമെന്നാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം ഒരു ഡെമോ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ സ്ലോ മോഷനായി, എന്നിട്ട് ഇതിപ്പോൾ ഫാസ്റ്റായിട്ട് വന്നു, പിന്നെ വീണ്ടും സ്ലോ മോഷനായി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വീണ്ടും ഫാസ്റ്റായി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട പാർട്ട് മാത്രം എങ്ങനെ സ്ലോ മോഷൻ ആക്കി മാറ്റാമെന്നാണ് ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. സാധാരണ ഫോണുകൾക്കൊക്കെ എല്ലാ ഫോണുകൾക്കും ഉള്ളൊരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഒരു പാർട്ട് മാത്രമാണ് സ്ലോ മോഷൻ ആക്കാൻ പറ്റുള്ളൂ. എല്ലാ പാർട്ടും നമുക്ക് സ്ലോ മോഷൻ ആക്കാൻ പറ്റില്ല. അപ്പോൾ ഗൈസ്, ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം എൻ്റെ ഫോണത്തെ ഗാലറിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഇമേജ് ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ വൈറ്റാക്കി മറച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ സ്ലോ മോഷൻ എടുത്താണ്. സ്ലോ മോഷനിൽ 240 FPS ആണ് തോന്നുന്നു. അപ്പോൾ സാധാരണ നമുക്ക് എങ്ങനെ സ്ലോ മോഷൻ ആക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്കൊരൊറ്റ പാർട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന മാതിരി ഈ ഒരു ഒറ്റ പാർട്ട് മാത്രം നിങ്ങൾക്ക് ആക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ ഫോണിൽ തന്നെ ഉള്ള ഒരു ഫ്യൂച്ചറാണ്. നിങ്ങൾക്ക് കാണാം അവിടെ. അപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം തൊട്ട് നമുക്കത് ഇതാണ് എൻഡിങ് പൊസിഷൻ. അപ്പോൾ ഞാനിപ്പോൾ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഒരൊറ്റ പാർട്ട് മാത്രം നമുക്ക് സ്ലോ മോഷൻ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇനിയുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ വരുന്ന ഒരു ഭാഗത്തിൽ, ഇപ്പോൾ ഈ ഒരു ഭാഗത്തിലൊന്നും നമുക്ക് സ്ലോ മോഷൻ ഇതിൽ ആക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ സ്ലോ മോഷൻ ആക്കാമെന്ന് നോക്കാം. ഒട്ടും സമയം കളയാണ്ട് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇതൊക്കെ കാണിച്ചു തന്നത് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നൊരു ആപ്പ് തന്നെയാണ് ഇൻഷോട്ട്, നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ആപ്പ്. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഈ ഒരു ആപ്പ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവർ എന്തായാലും ഡൗൺലോഡ് ചെയ്യുക. അതിന് ശേഷം ആ സ്ലോ മോഷൻ വീഡിയോ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്താൽ ഇത് ഫാസ്റ്റായിട്ട് തന്നെ ആയിരിക്കും വരിക. അപ്പം നിങ്ങൾക്ക് സ്ലോ മോഷൻ ആക്കേണ്ട ആ ഒരു പാർട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. ഏതൊക്കെ ഭാഗത്ത് നിങ്ങൾക്ക് സ്ലോ മോഷൻ വരണം എന്നുള്ളത് ഇതേമാതിരി സ്പ്ലിറ്റ് കൊടുക്കുക ഇൻഷോട്ടിൽ പോയിട്ട്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഭാഗം ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. അതിന് ശേഷം ആ ഒരു ക്ലിപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്പീഡ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതേമാതിരി സ്പീഡ് കുറയ്ക്കുക, ആ ക്ലിപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കാണാം സ്മൂത്തായിട്ട് തന്നെ ആ സ്ലോ മോഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഫാസ്റ്റായി വന്നു. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണ് ടിക്ടോക്കേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്, സ്മൂത്തായിട്ട് സ്ലോ മോഷൻ. അത് നമുക്ക് വേണ്ട ഭാഗം നമുക്ക് സ്ലോ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതേപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്കിനിയും ഇതേപോലുള്ള വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. നന്ദി.